നമ്മൾ ഇന്നൊരു ബീഫ് പെപ്പർ റോസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിന് ഞാനിവിടെ 1 കിലോളം ബീഫ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളെല്ലാം ചേർക്കണം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. മഞ്ഞൾ 1/2 ടേബിൾ സ്പൂൺ. പിന്നെ നമ്മൾ പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. അതും ഒരു ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ഗരം മസാല അതും 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ടോ അല്ലെങ്കിൽ നമുക്ക് അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ടാണെങ്കിലും നമുക്ക് ചേർക്കാം. അതൊരു വലിയ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇവ നല്ലോണം മിക്സ് ചെയ്ത് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഇതിലുള്ള വെള്ളം മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലോട്ട് നമുക്ക് 1.5 കപ്പ് കേട്ടോ. ഇങ്ങനത്തെ കപ്പിൽ 1.5 കപ്പ് ഉള്ളി അരിഞ്ഞതാണ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, കുറച്ച് കരിവേപ്പില, ഇതെല്ലാം കൂടിയിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലി, കുരുമുളക് പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ, ഞാനൊരു 1/2 ടേബിൾ സ്പൂണും കൂടി ചേർക്കുന്നുണ്ട്. എരിവ് നോക്കി ഓരോരുത്തരുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി വഴറ്റി നല്ല ബ്രൗൺ കളർ ആകുന്ന വരെ വഴറ്റണം. ഇതിപ്പോൾ നല്ലോണം വഴന്നിട്ടുണ്ട്. നമ്മുടെ മസാലയുടെ പച്ചച്ചൊവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ചേക്കണം ബീഫ് ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. നമ്മൾ ബീഫ് ഇതിലോട്ട് ചേർത്ത് വേവിച്ച് വെച്ചേക്കണ ബീഫ് ഇനി എല്ലാം നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ഈ ഉള്ള വെള്ളവും കൂടി വറ്റിച്ചെടുക്കണം. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് അതും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ബീഫ് റോസ്റ്റ് പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലോണം വെള്ളമെല്ലാം വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചപ്പാത്തിനെ കൂടിയോ ചോറിനെ കൂടിയോ ആണെങ്കിലും കഴിക്കാൻ നല്ലതാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക.